ഡെഞ്ചാർ വിത്ത് 66 പോയിന്റ്. ഡെഞ്ചാർ ഒന്നാം സ്ഥാനത്ത്. അതുപോലെ തന്നെ EVX വിത്ത് 59 പോയിന്റ് രണ്ടാം സ്ഥാനത്ത്. അതിന്റെ തൊട്ട് താഴെ പോയിന്റിന്റെ അടുത്ത് പോലും ആരും ഇല്ല. ദ സ്കോഡ് 27-ഉം TG 24-ഉം. 8-ാം സ്ഥാനത്ത് 9-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് 9, 10, 11, 12 നിൽക്കുന്ന ആർക്ക് വേണമെങ്കിലും ടോപ്പ് 8-ൽ വരാം. 2 മാച്ചില് 2 മാച്ച് മര്യാദ സൈറ്റപ്പായി. അതാണ് പറഞ്ഞേ. ഡെഞ്ചാർ ഡോമിനേറ്റിംഗ് ദ ലോബി ആൻഡ് വള്ളി ടീംസ് വിത്ത് 15 പോയിന്റ്. ഡെഞ്ചാർ, EVX, ദ സ്കോഡ്, TGA, വള്ളി ടീം, ചോട്ടാ മുംബൈ, TBS, DRS. ഇത്രയും പേരാണ് കറന്റ് ടോപ്പ് 8-ലുള്ളത്. 8 പേരാണ് ക്വാളിഫൈ ആവുന്നത്, 8 പേരാണ് എലിമിനേറ്റ് ആവുന്നത്. സ്റ്റിൽ വള്ളി ടീംസ് ടോപ്പ് 5-ലുണ്ട്. നമുക്ക് നോക്കാം ആരൊക്കെ ക്വാളിഫൈ ആവും, ആരൊക്കെ ക്വാളിഫൈ ആവത്തില്ല. ബാക്ക് ടു ദ ഗെയിം. നമുക്ക് ഗെയിമിലേക്ക് പോവാം. പോയിന്റ് ടേബിൾ നമുക്ക് കാണിക്കാം. ഇവിടെ ഡെഞ്ചാർ വേഴ്സസ് നോക്ക് ചെയ്യുന്നു. ഓൾറെഡി നോക്കായി. സ്നൈപ്പ് അടിച്ചിരുന്നു. സ്നൈപ്പിനെ അവിടെ വിപ്സി അടിച്ചിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ഓഫ് ആവുന്നു. 2 പേര് നോക്കാണ്. ഫ്ലഫി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. 2v2 സിറ്റുവേഷൻ ആണ്. സ്നൈപ്പിനെ അവിടെ റസ് ചെയ്തു. ഒരു 3v2 സിറ്റുവേഷൻ ആണ് നമ്മൾ കാണുന്നത്. ട്രിക്കി കോഡും ബ്ലൈൻഡ് റിബലും ഓപ്പണിലാണ്. ട്രിക്കി കോഡും ബ്ലൈൻഡ് റിബലും ഫിനിഷ് ആവാനുള്ള എല്ലാ ചാൻസും അവിടെ ഉണ്ട്. ആൻഡ് ബ്ലൈൻഡ് റിബലിനെ അവിടെ ഫിനിഷ് ഓഫ് ചെയ്യുന്നു. ആദ്യം തന്നെ ട്രിക്കി കോഡിനെ അവിടെ ഫിനിഷ് ഓഫ് ചെയ്യുന്നു. 4 vs 2 സിറ്റുവേഷൻ ആക്കിയിരിക്കുന്നു. ഡെഞ്ചാറിനെ, ലോബി ഡോമിനേറ്റ് ചെയ്തിരുന്ന ഡെഞ്ചാറിനെ 2 പ്ലേയേഴ്സിനെയും ആദ്യം തന്നെ ഫിനിഷ് ഓഫ് ചെയ്യുന്നു ദ സ്ക്വാഡ്. പക്ഷെ വണ്ടി എടുത്ത് പോകാനുള്ള ശ്രമമാണോ അവർ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ വണ്ടിയില്ല. ഓക്കെ, ബാക്ക് ഓഫ് ആവുന്ന കോൾ തന്നെയാണ്. ഫ്ലഫി അവിടെ ബാക്ക് ഓഫ് ആവുന്നു. വിപ്സി അവിടെ ബാക്ക് ഓഫ് ആവുന്നു. പോയിന്റ് ടേബിളിൽ ടോപ്പ് ഓഫ് ഇതിൽ നിന്നിട്ട് പോലും അവരൊരു സീരിയസ്നെസ്സിൽ തന്നെയാണ് ഈ ഗെയിം കളിക്കുന്നത്. ഇത് പോയാലും ഇത് തോറ്റാലും അവർക്കൊന്നും സംഭവിക്കാൻ പോകില്ല. വിപ്സിക്ക് ടാഗ് കിട്ടി, നല്ല ടാഗ് കിട്ടി. വിപ്സി അവിടെ കിടന്നു. ഫ്ലഫി മാത്രം ബാക്കി. അഗ്രസീവായിട്ട് ദ സ്ക്വാഡ് പുഷ് ചെയ്യുന്നു. വിടുന്നില്ല, അടിക്കാമെന്നുള്ള ഒരു രീതി തന്നെയാണ് ദ സ്ക്വാഡ് പുഷ് ചെയ്ത് പോകുന്നത്. വിപ്സി വിത്ത് ഹാഫ് HP. ഹീൽ ചെയ്യാൻ പോലും ഒന്നുമില്ല വിപ്സിയുടെ കയ്യിൽ. ഹീൽ ചെയ്യാൻ പോലും ഒന്നുമില്ല. വിപ്സി ഒരു ടാഗ് കൊടുക്കാൻ പറ്റിയില്ല അവിടെ വിപ്സിക്ക് ഒരു സപ്പോർട്ടായിട്ട്. ഇനി ഫ്ലഫിക്ക് ഓടിപ്പോയിട്ട് കാര്യമില്ല. ഫ്ലഫിക്ക് ഒരു പൊസിഷൻ എടുത്തേ പറ്റൂ. ഫ്ലഫി സാവേജ് അവിടെ ഒരു കിടിലൻ നെയ്ഡില് വിപ്സി എടുക്കുന്നു. ഒരു 1 vs 4 സിറ്റുവേഷനിലേക്ക് കടക്കുന്നു. 1 vs 4 വിപ്സിയെ ഫിനിഷ് ഓഫ് ചെയ്ത് കളയുന്നു. ലാസ്റ്റ് മാൻ ഫ്ലഫി മാത്രം ബാക്കി. ഫ്ലഫി ഓടി രക്ഷപ്പെടാനുള്ള പ്ലാനാണ് നോക്കുന്നത്. ഫ്ലഫി അങ്ങോട്ട് വന്നില്ല. ഡെഞ്ചാറിനെ, ലോബി ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഡെഞ്ചാറിനെ മടക്കി അയക്കുന്നു ദ സ്ക്വാഡ് ബൈ TVA. ആൻഡ് ഓൾസോ എന്തൊക്കെ പറഞ്ഞാലും ഡെഞ്ചാറും TVയുടെ സ്ക്വാഡ് തന്നെയാണ്. അപ്പൊ TGയുടെ ആദ്യത്തെ നോക്ക്. TGക്ക് അവിടെ ഒരു നോക്ക് വേണ്ടിയിരിക്കുന്നു. വാസ്കോ അവിടെ ഒരു അവിടെ BM വണ്ടിക്കണ്ണനെ നോക്കിടുന്നു. VNV TG കൊമ്പനെ നോക്കിടുന്നു. TG കൊമ്പൻ അവിടെ വീണ്ടും നോക്കായി. KMC വാസ്കോ. ഒരു VNV vs TGA. സ്മോക്ക് ഇട്ട് കവർ ചെയ്ത് നല്ല രീതിയിൽ അവരവിടെ കളിക്കുന്നുണ്ട്. റസായി ബാക്ക് ഓഫ് ചെയ്യുന്നു. KMC നിക്കി അവിടെ ഹീൽ ചെയ്തിട്ടില്ല. വാസ്കോയെ പുഷ് ചെയ്ത് വരുന്നുണ്ട്. 2 സൈഡിൽ നിന്നും വാസ്കോ ക്രോസ് ചെയ്യുന്നത് മണ്ടത്തരമായിരിക്കും എന്ന് തോന്നുന്നു. ഇല്ല, അവിടെ സ്മോക്ക് ആംഗിൾ ഉള്ളതുകൊണ്ട് വാസ്കോ തിരിച്ചു. അവർ ടീം ഒന്ന് റീസെറ്റ് ആയി കളിക്കാനുള്ള ശ്രമം. കളിക്കാനുള്ള ശ്രമമാണ്. 16 ടീംസും 58 പ്ലേയേഴ്സുമാണ് എലയുമായിട്ടുള്ളത്. TGA എല്ലാവരും കെയർഫുൾ ആയിട്ട് കളിക്കുന്നു. വള്ളി സ്ക്വാഡ് അവിടെ ഡ്രോപ്പ് ഹണ്ട് ചെയ്യണമെന്നൊരു സംശയമുണ്ട്. വള്ളി സ്ക്വാഡിന്റെ തൊട്ടടുത്താണ് ഡ്രോപ്പ് വീണത്. വള്ളി ടീംസിന്റെ അടുത്ത് 3-4 ഡ്രോ. അവിടെ ഇവിടുത്തെ ഡ്രോപ്പ് കുറച്ച് അധികം ഡ്രോപ്പുകളുണ്ട്. ഇവിടെ ഇങ്ങനെ മഴ പോലെ ഡ്രോപ്പ് വീണോണ്ടിരിക്കും. മഴാന്ന് വീണോണ്ടിരിക്കും. മറ്റേ അവിടുത്തെ ഡ്രോപ്പ് പോലെയല്ല ഇവിടുത്തെ ഡ്രോപ്പ് കുറച്ച് കൗണ്ടിൽ വീഴും, കുറെ കനത്തിൽ കിട്ടും. അതുകൊണ്ട് ഇവിടുത്തെ ഡ്രോപ്പ് കിട്ടുന്നവർക്ക് ഫുൾ സെറ്റിലാവാം. VNV പുഷ് ചെയ്ത് വരുന്നു. കണ്ടില്ല. കൊമ്പൻ അടിച്ചറിയിച്ചു. ഞാനിവിടെ അറിയിച്ചു. കൊമ്പൻ ടാഗ് കൊടുത്തില്ല. എല്ലാ ഡിഗ്രിയിലും ടാഗ് കൊടുത്തു. VNV 1 HP വാക്കത്തിയിട്ടിരിക്കുന്നു. കൊമ്പൻ ഒരു പിക്ക് ഒരു നോക്ക് എടുത്തിരിക്കുന്നു അവിടെ. കൊമ്പൻ VNVയിലെ ഫസ്റ്റ് പ്ലെയറിനെ അവിടെ നോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള പ്ലാനാണ്.
BNVക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ വലിയ പാടായിരിക്കും. പക്ഷെ കൊമ്പൻ ആ പ്ലെയറിനെ വെയിറ്റ് ആയിട്ട് ഇട്ടിരിക്കുകയാണ്. ഇതുവരെ ഫിനിഷ് ചെയ്തിട്ടില്ല. SM ജൂൺ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. കൊമ്പൻ കുറച്ച് അഗ്രസീവായിട്ട് ഫ്രണ്ടിലോട്ട് കയറി വരുന്നു. കൊമ്പൻ ജൂണിന്റെ ലെഫ്റ്റിലെത്തി. അവിടെ DX ഒരു പ്ലെയറിനെ എടുക്കുന്നു. ജൂണിന് നല്ല ടാഗ് കിട്ടി. അവിടെ ഒരു റിവൈവലിന് പോസിബിലിറ്റി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. റിവൈവലിലേക്ക് പോയിട്ടുണ്ട്. ആ പ്ലെയറിനെ ഫിനിഷ് ഓഫ് ചെയ്യാൻ പറ്റിയില്ല. റിവൈവലിലേക്ക് പോയി. റിവൈവ് ചെയ്യുന്നു BNV. KMC വാസ്കോ അവിടെ പിക്ക് എടുക്കുന്നു. KMC BNVയിലെ ഒരു പ്ലെയർ മാത്രം ബാക്കി. കണ്ടു. ഒരു ടീം 2 പ്ലേയേഴ്സ് ഉണ്ട് BNVയിലെ. 2 പ്ലേയേഴ്സ് ബാക്കിയുണ്ട്. BNVയിലെ 2 പ്ലേയേഴ്സ് ബാക്കി. TGയിലെ ഒരു പ്ലെയർ നോക്കാണ്. അവരൊരു ബാക്കി ഒരു റിവൈവിന് വേണ്ടി പോവാണ്. ഒരു പ്ലെയർ ഹോൾഡ് ചെയ്തിട്ട് ഒരു പ്ലെയറിനെ കൊണ്ട് റിവൈവ് ചെയ്യാനുള്ള പ്ലാനാണ്. വഴി മനസ്സിലാവുന്നില്ല. കക്കുത്തി കയറി വെളിയിലിറങ്ങുന്നു. ഇവിടോട്ട് വന്നും റഷ് ചെയ്യാനുള്ള പ്ലാനാണ്. TGയുടെ സൈഡിൽ നിന്ന് ഒരു അഗ്രസീവ് പുഷ്. അവിടെ TGA കൊമ്പൻ അവിടെ റിവൈവ് ആവുന്നുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ TGA നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് കൊടുത്ത് നല്ല രീതിയിൽ കളിക്കുന്നു. BNV അതുപോലെ തന്നെ അനാവശ്യ ഫൈറ്റുകൾ ഒഴിവാക്കി ബാക്ക് ഓഫ് ആയി ടീം ഒരുമിച്ച് സ്റ്റിക്ക് ഓൺ ആയി കളിക്കുന്ന രീതിയിലത്തെ സ്ട്രാറ്റജിയാണ്. 2 ടീമുകളും അനാവശ്യ പുഷുകളൊന്നും ഒഴിവാക്കി മാക്സിമം ഒരു പ്രൊഫഷണൽ ഗെയിം കളിക്കുന്ന രീതിയിൽ തന്നെയാണ് അവർ ഒരുമിച്ച് കോള് വിളിച്ച്. കാരണം RP പോലത്തെ ഒരു ഗെയിമിൽ ഇത്രയും നാൾ ടീം സിനർജിയോടെ കളിച്ച ആൾക്കാർക്ക് വേറൊരു ഗെയിമിൽ വരുമ്പോഴും ഈ സിനർജി കൊണ്ടുവരാൻ എളുപ്പമാണ്. അവരുടെ ടീമിന്റെ സിനർജി ക്ലാസ് ഇവിടെ കാണിക്കുന്നു. TMGയിലെ 2 പ്ലെയർ, KMCയിലെ 3 പ്ലെയേഴ്സും TGയിലെ വീണ് ലാസ്റ്റ് മാൻ മാത്രം ബാക്കി. ഒറ്റയ്ക്ക് നിന്ന് ജൂൺ 2 പേര് ഒബീറ്റോ 2 പേരെ അടിച്ചിട്ടു. ഒരു പ്ലെയർ മാത്രം ബാക്കി. ജൂണിന് 1 HP മാത്രമേ ഉള്ളൂ. ഒരു ബുള്ളറ്റിൽ തീർക്കാവുന്നേ ഉള്ളൂ. BNVയെ TGയെ എലിമിനേറ്റ്. കൊമ്പൻ ഫിനിഷിംഗ്. ഒരാൾ പോലും അവിടെ ഫിനിഷ് ആയില്ല. കൊമ്പൻ റിക്കവറിംഗ് എന്റെ ടീം. GG ബ്രദർ. കിടിലൻ ഗെയിം പ്ലേ ഫ്രം കൊമ്പൻ. TGയെ 4 കിൽ പോയിന്റ്സ് സെക്യൂർ ചെയ്യുന്നു. TGയെ നല്ലൊരു കളി ഫ്രം ബോത്ത് VNV ആൻഡ് TGA. വെരി വെൽ പ്ലേഡ് VNV. നല്ലൊരു ട്രൈ ആയിരുന്നു. പക്ഷേ TGയുടെ സൈഡിൽ നിന്ന് നല്ലൊരു പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റിയ. കൊമ്പൻ ലീഡിങ് ഫ്രം ദ ഫ്രണ്ട്. നല്ലൊരു പെർഫോമൻസ് ഫ്രം TGA. നോക്കുകയാണെങ്കിൽ DXൽ 3 പ്ലേയേഴ്സ് മാത്രമേ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഒരു പ്ലെയർ ജോയിൻ ചെയ്തിട്ടില്ല. നമ്മൾക്ക് ആക്ച്വലി പ്ലെയേഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. നമ്മളൊരു ടൈം ഷെഡ്യൂൾ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ അടുത്ത് ലോബിയിൽ നിന്ന് ലെഫ്റ്റ് ആവില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. ലോബിയിൽ നിന്ന് ലെഫ്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മാച്ച് ഷെഡ്യൂൾഡ് ആയിട്ടാണ് സ്റ്റാർട്ടായി പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് 10:30 ഒരു മാച്ച് തുടങ്ങിയ അടുത്ത മാച്ച് ആ സർക്കിളിനനുസരിച്ച് സ്റ്റാർട്ട് ചെയ്ത് പോകും. മനസ്സിലായ? അപ്പോൾ പ്ലെയേഴ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടി ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കൊന്നും നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ ബോക്സ് ഇവിടെ KVP versus OG കൊണ്ട് കുത്തിയിരിക്കുന്നു. റീലോഡ് കറക്റ്റ് സമയത്ത് ചതിച്ചു. KVP ഒരു പ്ലെയറിനെ OG എടുക്കുന്നു. OG ഒരു പിക്ക് എടുത്ത് 2 പേരെ KVPയിലെ 2 പ്ലെയേഴ്സിനെ OG എടുക്കുന്നു. KVP തിരിച്ചു വന്നു. KVPയിലെ ലാസ്റ്റ് മാൻ മാത്രം ബാക്കി. OG securing 2 kills. OG securing the 3rd kill and last man of KVP. ഒരാളുടെ മാത്രം ബാക്കിയുള്ളൂ. നെയ്ഡ് കുക്ക് ചെയ്തു. നെയ്ഡ് എടുത്തെറിയുന്നു. നല്ലൊരു നെയ്ഡായിരുന്നു. ആ നെയ്ഡിൽ ഒരു നോക്ക് കിട്ടി. ആൻഡ് അവിടേക്ക് ഒരു സ്മോക്ക് വരുന്നു. KVPയുടെ പ്ലെയർ ഒരു സ്മോക്ക് എടുത്തിട്ടുണ്ട്. ഒരു 3v1 സിറ്റുവേഷൻ. KVP ട്രൈങ് ടു എസ്കേപ്പ് ആണ്. നമുക്ക് നോക്കാം. സ്മോക്ക് അല്ലായിരുന്നു, അതൊരു BC പിന്നീടായിരുന്നു. പുഷ് ചെയ്യുവാണ്. ഇല്ല, ഞാൻ പോകുന്നില്ല, ഞാൻ പുഷ് ചെയ്യുവാണ് എന്നുള്ള രീതിയിൽ KVPയുടെ പ്ലെയർ അവിടെ ഇറങ്ങി ഓപ്പൺ ആയി പോയി. റീലോഡ് OG ടൈബി അവിടെ KVPയെ വൈപ്പ് ചെയ്യുന്നു. KVPയെ OG ഇവിടെ ഒരു 4 കില്ല് സെക്യൂർ ചെയ്ത് OG KVPയെ വൈപ്പ് ചെയ്യുന്നു. 14 ടീമും 48 പ്ലേയേഴ്സും മാത്രം ബാക്കി. എല്ലാ ടീമും അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. ഞാൻ പറയല ഗൈസ്, ആദ്യത്തെ ഒരു 5 പൊസിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 3 പൊസിഷൻ സെക്യൂർ ചെയ്യാൻ ഇനി അവസാനം നിൽക്കുന്ന ടീമിന് വരെ പറ്റും. ഒരു കളി മര്യാദയ്ക്ക് കളിച്ചാൽ മതി. ഒറ്റ കളി കളിച്ചാൽ മതി. അപ്പം നമുക്ക് ഡെഞ്ചാറിലെ പ്ലേയേഴ്സിനെ റീകോൾ ആയോന്ന് നമുക്ക് നോക്കി നോക്കാം. ഡെഞ്ചാറിനെ ഒന്ന് സ്പെക്ക് ചെയ്യണം പ്ലീസ്. ഡെഞ്ചാറിന്റെ പ്ലേയേഴ്സ് ലാസ്റ്റ് മാനായ ഫ്ലഫി എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കി നോക്കാം. ഫ്ലഫി ഇതുവരെ വേറെ റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ചിപ്പ് അവരുടെ സൈഡിലായതുകൊണ്ട് അത് എടുക്കാൻ പോകാൻ ഫ്ലഫിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. റീകോൾ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുള്ള കാര്യം അറിയത്തില്ല. സോ നമുക്ക് നോക്കി നോക്കാം. 14 ടീംസ് ആൻഡ് 48 പ്ലേയേഴ്സ് അലൈവ്. ഡെത്തെക്സ് ഇവിടെ ഹോൾഡ് ചെയ്ത് കളിക്കുന്നു എല്ലാ ടീമും. കാരണം എല്ലാവർക്കും അറിയാം EVX എത്ര കിൽസ് സെക്യൂർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. EVX നോക്കുകയാണെങ്കിൽ 2 കിൽസ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. 2 കില്ലും യാമിയാണ് എടുത്തിട്ടുള്ളത്. EVXിലെ യാമിയാണെന്ന് തോന്നുന്നു അവരുടെ ലീഡർ. യാമിയല്ലേ ലീഡർ അവരുടെ? ആണോ? എനിക്ക് അറിഞ്ഞു ആണെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. നല്ലൊരു ഗെയിം പ്ലേ ഫ്രം EVX.
വള്ളി ടീംസിനെ ഒന്ന് സ്പെക്ക് ചെയ്യണം. വള്ളി ടീംസ് സോൺ ജസ്റ്റ് അവർ സോൺ ഔട്ട് ആയിട്ടുണ്ട്. അവർ സോണിലേക്ക് എൻ്റർ ചെയ്യാനാണ്. അവർ കിൽസ് ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷേ ലൂട്ടൊക്കെ എടുത്ത് സെറ്റായി 2 വണ്ടിയിൽ അവർ സോണിലേക്ക് എൻ്റർ ചെയ്യാനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. CMഉം ഇവിടെ ഉണ്ട്. എല്ലാ ടീമിലും അത്യാവശ്യം പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഫൈനലൊക്കെ ആകുമ്പോഴത്തേക്കും തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഈ പാലത്തിൽ കൂടി ഇങ്ങനെ വരാൻ പറ്റത്തുള്ളൂ. അത് ഫൈനലൊക്കെ കളിക്കുന്ന ടീമുകളൊന്ന് നോട്ട് ചെയ്തേക്കണം. സെന്റർ ഓഫ് ദ സോൺ നോക്കുകയാണെങ്കിൽ സെന്റർ ഓഫ് ദ സോണിലേക്ക് ടീം, അത് ഏതാണ് ടീം? പല പേരുകളാണല്ലോ. കാലാപാനിയാണ് സെന്റർ ഓഫ് ദ സോൺ വന്നിട്ട് ഹോസ്റ്റ് ചെയ്തേക്കുന്നത്. ഇത് ആക്ച്വലി ഓക്കെ, സ്വന്തം ടീമിന്റെ മണ്ടയ്ക്ക് ഇടിച്ചു കയറി ഒരു വണ്ടി ബുദ്ധിമുട്ടി അവിടെ വരെ കൊണ്ടുവന്ന് മലത്തിയിട്ടു. വെരി വെൽ പ്ലേഡ് ബൈ കാലാപാനി. ഒരു വണ്ടി നേരെയും ഒരു വണ്ടി മലന്നും. ഇത് എങ്ങനെ സംഭവിച്ചത്? ആൻഡ് സെന്റർ ഓഫ് ദ സോൺ ആയതുകൊണ്ട് ഒരുപാട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അവർക്ക്. പക്ഷേ എന്നാലും ഇവിടുത്തെ സോൺ എങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ടിൽ ദേ നീഡ് ടു റൊട്ടേറ്റ്. വണ്ടി എപ്പോഴും എക്സ്ട്രാ കയ്യിലുള്ളത് ഒരു ബാറ്റിൽ ഗ്രൗണ്ട് ഗെയിമിൽ എപ്പോഴും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എത്ര വണ്ടികളുണ്ടോ അത്രയും വണ്ടി നമുക്ക് ലാസ്റ്റിൽ ഒരു ഓപ്പൺ സോണൊക്കെ വരുവാണെങ്കിൽ കവറിട്ട് കളിക്കാനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് വണ്ടി. എക്സ്റ്റി എന്താണ് ഓപ്പണിൽ വന്ന് വെറുതെ നിരങ്ങാതെ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, വണ്ടി എടുക്കുന്നില്ല, വണ്ടി വേണ്ടെന്നാണ് പറയണത്. പുള്ളിക്ക് നടന്നു പോകാനാണ് ഇഷ്ടം, ഫിറ്റ്നസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളാണ്. ഇല്ല, തിരിച്ചു വന്ന് വണ്ടി എടുത്തു. ഇപ്പോഴാണ് വണ്ടി കണ്ടത് ഇപ്പോഴാണ്. പുള്ളി വേറൊരു വണ്ടിയും കണ്ടു. TPA അതിലെടുക്കാൻ വരുന്നു. നാട്ടിലെ പെരുന്നാളായിട്ട് കൊടുക്കുന്നു. TPA ആ ഫൈറ്റ് കമ്മിറ്റ് ചെയ്യുന്നില്ല, തിരിച്ചു പോകുന്നു. TPA അവിടെ XTA ഓപ്പണിൽ സ്പോട്ട് ചെയ്തു. 4 പേരും വണ്ടിക്കകത്ത് ചാടി കയറി. TPA അവിടെ ആ ഫൈറ്റ് എടുക്കുന്നില്ല. എല്ലാ ടീമുകളും പൊസിഷന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊസിഷന് വേണ്ടിയിട്ട് XT വണ്ടി എടുത്തു. സോ അവരും ഒരു സോണിൽ നല്ലൊരു പൊസിഷന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. നോക്കുവാണെങ്കിൽ CMഉം അതുപോലെ തന്നെ കാലാപാനിയും ദ സ്ക്വാഡിനെ ഒന്ന് സ്പെക്ട് ചെയ്യണം. ദ സ്ക്വാഡ് നല്ലൊരു ഫൈറ്റ് എടുത്ത് നടക്കുന്നത്. ദ സ്ക്വാഡിനെ നല്ലൊരു 3 കിൽസ് ഒക്കെ എടുത്ത് അവര് സോണിൽ കയറി നല്ലൊരു പൊസിഷൻ സെക്യൂർ ചെയ്ത് വെച്ചിരിക്കുന്നു. ആൻഡ് 14 ടീം അവിടെ TBSലെ ഒരു പ്ലെയർ സോൺ ഔട്ടിൽ വീണു ചാവുന്നു. TBSലെ ഒരു പ്ലെയർ. ഇവര് സോണിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ ബാക്കിലാണ്. അവര് തോന്നുന്നു കഴിഞ്ഞ കളി EVX കളിച്ചതുപോലെ കുറച്ച് ലേറ്റ് ആയിട്ട് സോണിൽ കയറാനുള്ള പരിപാടിയാണ്. ദ സ്ക്വാഡിന് അവിടെ ഒരു ഫൈറ്റ് വന്നിട്ടുണ്ട്. ദ സ്ക്വാഡ് നേരെ ചെന്നിട്ട് CMന്റെ അടുത്താണ് കുത്തിയെന്ന് തോന്നുന്നു. ഓക്കെ, CM വേഴ്സസ് ദ സ്ക്വാഡ്. ഈ സെന്റർ ഓഫ് ദ സോൺ ഫൈറ്റ് എടുക്കുക എന്ന് പറയുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊരു ഓപ്പൺ മാപ്പ് ആയതുകൊണ്ട് ഒരുപാട് തേർഡ് പാർട്ടീസ് എവിടുന്ന് വേണേലും കിട്ടാം. ഒരു കോമ്പൗണ്ട് കണ്ടുപിടിച്ച് ഹോൾഡ് ചെയ്യുന്നതാണ് എപ്പോഴും ഈ ഒരു മാപ്പിൽ കളിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഇതെന്ന് പറഞ്ഞാൽ. ഓക്കെ, അവിടെ CM അവിടെ അല്ല, ഇവിടെ വന്ന് ലൂട്ട് എടുക്കണ. ഓക്കെ, നമ്മുടെ ദ സ്ക്വാഡ് ഇവിടെ വന്ന് ലൂട്ട് കണ്ടുകയാണ്. ലൂട്ടിൽ എന്തൊക്കെയാണെന്നുള്ള ലൂട്ടിലുള്ള സാധനങ്ങളൊക്കെ പറക്കിയെടുത്തോണ്ടിരിക്കുകയാണ് ദ സ്ക്വാഡ്. ഡഞ്ചാറിൽ ഒരു പ്ലെയർ മാത്രം. ഓക്കെ, TGA ഒരു 4-man സ്ക്വാഡിനെ അവിടെ 1 സെക്കൻഡിൽ അടിച്ച് വൈപ്പാക്കി. നമുക്ക് സ്പെക്ക് ചെയ്യാൻ പോലും പറ്റിയില്ല, ഒരു നോക്ക് പോലും കാണാൻ പറ്റിയില്ല. 4 പേരെയും TGA അടിച്ചുറക്കി 8 കില്ല് TGA സെക്യൂർ ചെയ്തിരിക്കുന്നു. TGAയുടെ സൈഡിൽ നിന്ന് ഒരു കിടിലൻ ഗെയിം പ്ലേ, കൺസിസ്റ്റൻസി ഉള്ള ഗെയിം പ്ലേ TGAയുടെ സൈഡിൽ നിന്ന്. CM സെന്റർ ഓഫ് ദ സോൺ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. ആൻഡ് സോണിനകത്ത് നോക്കുകയാണെങ്കിൽ CMഉം ദ സ്ക്വാഡും അതുപോലെ തന്നെ ഒരു ടീമും കൂടെ ഉണ്ടല്ലോ. അതാരാണ് ഒരു ടീം കൂടെ ഉള്ളത്? സെന്റർ ഓഫ് ദ മാപ്പ് ഒന്ന് കാണിക്കുമോ പ്ലീസ്? സെന്റർ ഓഫ് ദ മാപ്പിൽ കാലാപാനി. ഇവർ 3 പേരും ഓൾറെഡി സോണിനകത്ത് കയറിയിട്ടുണ്ട്. ബാക്കി ആൾക്കാരൊക്കെ സോണിലേക്ക് വരുന്നേ ഉള്ളൂ. ജർമ്മൻ കണ്ണാപ്പി വള്ളി ടീമിനെ വണ്ടി എടുത്തോണ്ട് സോണിനകത്തോട്ട് വാടാ മക്കളെ എന്ന് പറഞ്ഞ് ജർമ്മൻ കണ്ണാപ്പി ബോബോയി അടങ്ങുന്ന വണ്ടി സോണിലേക്ക് കാല് വെച്ചിരിക്കുന്നു. സ്റ്റോൺ ടിപ്പ് കളിക്കാനുള്ള തീരുമാനം ജർമ്മൻ കണ്ണാപ്പിയുടെ സൈഡിൽ നിന്ന്. സ്റ്റോൺ ടിപ്പ് കളിച്ച് കയറാം, നമുക്ക് മിഡിൽ പോയി അടിയുണ്ടാക്കണ്ട, നമുക്ക് പയ്യെ കളിച്ച് കയറാം. ഓക്കെ, വണ്ടി അവിടെ ഇട്ടിട്ട് 1 കിലോമീറ്റർ നടന്ന് അപ്പുറത്ത് പോയി. വണ്ടിയുടെ ആവശ്യകത ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ ഗൈസ്, വണ്ടിയുടെ ആവശ്യകത നമുക്കുള്ളൊരു കാര്യമാണ്. ഡെഞ്ചാറിലെ ലാസ്റ്റ് പ്ലെയർ സ്റ്റിൽ അലേവാണ്. ഫ്ലഫി ഇല്ല, ഡെഞ്ചാർ വൈപ്പായോ? ഫ്ലഫി എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ടോൺ ഔട്ട് തിരിച്ചു പോയി സ്ക്വാഡ് മെമ്പേഴ്സിനെ റീകോൾ ചെയ്യാനുള്ള പ്ലാൻ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു ശ്രമമല്ല ഫ്ലഫിയുടെ സൈഡിൽ നിന്ന്, അങ്ങനെ ഒരു ശ്രമമല്ല. തിരിച്ച് സോണിലേക്ക് തന്നെ കയറാനാണ്. കാരണം നല്ല ഡാമേജ് ഉള്ള സോണാണ്. അങ്ങനെ ഒരു ചാൻസ് അവിടെ കിട്ടുമെന്ന് തോന്നുന്നില്ല ഫ്ലഫിക്ക്. കുറച്ച് ലേറ്റ് ആയിട്ട് സോണിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു പ്ലാനാണ് ഫ്ലഫി.
ആൻഡ് നല്ലൊരു മാച്ച്, നല്ലൊരു ഫൈനൽ സർക്കിളിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആൻഡ് 12 ടീമും 42 പ്ലേയേഴ്സും മേലെ നല്ലതുപോലെ എല്ലാ ടീമും ഹോൾഡ് ചെയ്ത് കളിക്കുന്നുണ്ട്. നല്ലൊരു ഫൈറ്റ്, നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടൂർണമെന്റ് ഒക്കെ കാണുന്ന ഒരു ഫീൽഡിലേക്ക് തന്നെയാണ്, ആ ഒരു ഡിസിപ്ലിനും റെസ്പെക്റ്റിൽ തന്നെയാണ് എല്ലാ പ്ലേയേഴ്സും കളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഈ ടൂർണമെന്റിന്റെ ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ഇവർ കളിക്കുന്ന പ്ലേയിങ് സ്റ്റൈലും കൂടെ ചേർത്തിട്ടാണ്. അതുകൊണ്ട് പ്ലേയേഴ്സിനോട് നമുക്ക് ആ ഒരു റെസ്പെക്ട് ഉണ്ട്, പറയാതിരിക്കാൻ വയ്യ. എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. TGA വിത്ത് 8 കിൽസ്. അവരൊരു വണ്ടി മാത്രമേ ഉള്ളൂ. എൻറ്ററിങ് ദ സൈറ്റ്, എൻറ്ററിങ് ദ സോൺ സൈറ്റ് എന്ന് സോറിയേ. ഫ്ലഫി ഇപ്പോഴും സോണിലേക്ക് കയറാനുള്ള ശ്രമം ഹീൽ ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. ഫ്ലഫി ഒരു സോൺ ഔട്ട് റൊട്ടേഷൻ എടുത്ത് EVXനെ ആറൊക്കെ കുറഞ്ഞു അടിക്കുന്ന ചോട്ടാ മുംബൈ CMനെയാണ് നമ്മൾ കാണുന്നത്. ടാഗ് കൊടുക്കാൻ പറ്റുന്നില്ല. EVX വണ്ടിയെടുത്ത് കറക്റ്റ് സമയത്ത് EVX അൺവാണ്ടഡ് ആയിട്ടുള്ള ഫൈറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ അവോയ്ഡ് ചെയ്ത് നല്ല രീതിയിൽ പൊസിഷനും പിടിച്ച് സെൻസിബിൾ ആയിട്ട് കളിക്കുന്നുണ്ട്. പറയാതിരിക്കാൻ വയ്യ. EVXന്റെ സൈഡിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാത്തൊരു സ്ക്വാഡ് EVX ആയിരുന്നു. അങ്ങനത്തെ ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് കൊണ്ടുവന്നത് EVX ആണ്. സോ നമുക്ക് നോക്കാം EVXന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. DXൽ 2 പ്ലേയേഴ്സ് മാത്രമേ അലൈവ് ബാക്കിയുള്ളൂ. അവർക്ക് കില്ലുകളൊന്നും സെക്യൂർ ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല DXന്. ആൻഡ് വള്ളി ടീമിന്റെ അടുത്തേക്ക് ആള് വരുന്നു. കണ്ടു, ഒരു നോക്ക് ഇടാൻ പറ്റിയില്ല. TBSൽ ഒരു പ്ലെയർ സോണിൽ പോകുന്നു. ജർമ്മൻ കണ്ണാപ്പി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയെ നേടിയെടുത്തെറിയുന്നു. കൊമ്പനോടെ DXൽ ഒരു ഫ്ലക്സ് എടുക്കുന്നു. കണ്ണാപ്പി കിടന്നടിക്കുന്നു, നിന്നടിക്കുന്നു, ചരിഞ്ഞടിക്കുന്നു. TBS ഹാരി ഓർബോ സ്വന്തമായിട്ട് നേടിയിട്ട് ചത്തു. ആൻഡ് TGA വാസ്കോ അവിടെ ഒരു പിക്കും കൂടെ സെക്യൂർ ചെയ്യുന്നുണ്ട്. ഒരു നേട് വീണില്ല, ജസ്റ്റ് മിസ്. വള്ളി ടീംസ് വേഴ്സസ് DRS ആണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. വള്ളി ടീംസ് വേഴ്സസ് DRS. അങ്ങോട്ടും ഇങ്ങോട്ടും ആരാ ഒരു ഇമ്പാക്ട് ഉണ്ടാകുന്നു. ഡീമൻ അഗ്രസീവായിട്ട് പുഷ് ചെയ്ത് ചെല്ലുന്നു. ഒരു നോക്ക് ഇടാൻ പറ്റിയില്ല. CMX ഡീമൻ ഒരു പിക്ക്, ഒരു നോക്ക് ഇടുന്നു. അതാ ഇൻസ്റ്റന്റ് ആയിട്ട് ഫിനിഷ് ഓഫ് ചെയ്ത് ആ പോയിന്റ് സെക്യൂർ ചെയ്യുന്നുണ്ട്. കല്ലിന്റെ ബാക്കിൽ ഒരു പ്ലെയറും കൂടെ ഉണ്ട്. DRSന്റെ ബാക്കി ടീംമേറ്റ്സിന്റെ സപ്പോർട്ട് DRSന് ഇതുവരെ കിട്ടുന്നില്ല. DRSന്റെ ബാക്കി പ്ലേയേഴ്സ് മേളിൽ എത്തിയിട്ടുണ്ട്. സോ ബോബോയ് ആൻഡ് ടെർബോ അവിടുന്ന് CMXലെ ഡീമനെ അടിച്ച് ഫിനിഷ് ആക്കുന്നു. ഒരു ഷോട്ടും കൂടെ ഫിനിഷ് ആയി. ഡീമൻ കുറച്ച് ഓപ്പണിലായിരുന്നു. കണ്ണാപ്പിക്ക് ആ ഒരു ബാറ്റിംഗ് കൊടുക്കാൻ പറ്റിയില്ല. കണ്ണാപ്പിയെ നടന്നു വന്ന് EVX അറഞ്ചം ദാക്ഷിണ്യം ഇല്ലാതെ തല്ലിക്കളഞ്ഞ് കണ്ണാപ്പിയെ. EVX കറക്റ്റ് ടൈമിൽ ഒരു തേർഡ് പാർട്ടി, കറക്റ്റ് സമയത്ത് ഒരു തേർഡ് പാർട്ടി അടിച്ചിരിക്കുന്നു. EVX സെക്യൂറിംഗ് ദ തേർഡ് കിൽ. DRSൽ നോക്കുകയാണെങ്കിൽ 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. വള്ളി ടീംസിലെ ബോബോയ്ക്ക് ഓടാനും പറ്റില്ല, നിൽക്കാനും പറ്റില്ല. ബോബോയ് ഒരു നോക്കിട്ടു, പക്ഷേ ബോബോയെ തിരിച്ച് ഇൻസ്റ്റന്റ് ആയിട്ട് ബോബോയെ ട്രേഡ് ഓഫ് ചെയ്തു. ബോബോയെ അവിടെ ഒരു ഇൻസ്റ്റന്റ് ട്രേഡ് ആയിരുന്നു. ബോബോയെ ഉറക്കാനുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ബോബോയെ ഉറക്കി. ആദരാഞ്ജലികൾ ബ്രദർ. അവിടെ നോക്കുകയാണെങ്കിൽ ഡെത്ത് എക്സിനെ എലിമിനേറ്റ് ചെയ്ത് TGA 10 കില്ല് എടുത്തിരിക്കുന്നു. 10 കില്ല് സെക്യൂർ ചെയ്തുകൊണ്ട് TGA ഒന്ന് സ്പെക്ക് ചെയ്യണം പ്ലീസ്. TGA വള്ളി ടീമിലെ ഫയർ ഫ്ലാങ്ക് മാത്രം ബാക്കി. ഫയർ ഫ്ലാങ്കും കഴിഞ്ഞ് വള്ളി ടീം എലിമിനേറ്റ് ആയിരിക്കുന്നു. TPA ആണ് വള്ളി ടീമിനെ എലിമിനേറ്റ് ചെയ്തത്. വള്ളി ടീമിന് എല്ലാ സൈഡിൽ നിന്നും തേർഡ് പാർട്ടി കിട്ടി. ഒന്നും ചെയ്യാൻ പറ്റില്ല. വെൽ പ്ലേഡ് വള്ളി ടീംസ്. ഒരു മാച്ചും കൂടെ നിങ്ങൾക്കായിട്ട് ബാക്കിയുണ്ട്. അതിൽ നന്നായിട്ട് പെർഫോം ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റിൽ കയറാനുള്ള ചാൻസസ് ഉണ്ട്. വള്ളി ടീം നന്നായിട്ട് കളിച്ചു. വെൽ പ്ലേഡ്. DRSലെ പ്ലേയേഴ്സ് 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. അവർ സോണിലേക്ക് കയറാൻ പോകുന്നു. 9 ടീംസും 31 അല്ലേ. ഈ ഒരു ചെറിയ TGA അവിടെ നമ്മുടെ മാരി അവിടെ ഒരു കില്ലെടുക്കുന്നു. ആൻഡ് ഇവിടെ വാസ്കോയെ വണ്ടി കയറ്റി കൊല്ലുന്നു. TGAക്ക് ഒരു പ്ലെയർ നഷ്ടമാവുന്നു. TGAക്ക് ഒരു പ്ലെയർ നഷ്ടമാവുന്നു. TGAലെ ബാക്കി 3 പ്ലേയേഴ്സ് ഉണ്ട്. 10 കില്ല്. വാസ്കോയെ അവർക്ക് നഷ്ടമാവുന്നു. TGAലെ ഫ്ലഫി ഡെഞ്ചാറിന്റെ ക്വാളിറ്റി ഫ്ലഫി കാണിക്കുന്നു. ഇത്രയും ടീംസ് ഉണ്ടായിട്ട് പോലും ഒറ്റയ്ക്ക് അവിടെ വരെ സർവൈവ് ചെയ്തു. ഓജി അടുത്ത പിക്ക് എടുത്തിരിക്കുന്നു നമ്മുടെ DRSനെ. EVX CM നടക്കുന്നു. EVX അടുത്തൊരു നോക്ക്. മൂന്നാമത്തെ നോക്ക്.
സിഎമ്മിലെ രണ്ട് പ്ലേയേഴ്സ് ടിവിഎക്സിലെ ഇഡ്ലം ബാക്കപ്പ് എന്ന് പറയാതിരിക്കാൻ വയ്യ. സിഎമ്മിൽ ഒരു പ്ലെയർ മാത്രം ബാക്കി. വണ്ടി കൊണ്ട് വന്നു ലാസ്റ്റ് മാൻ 1v2 സിറ്റുവേഷൻ. ടിവിഎക്സിലെ രണ്ട് പ്ലേയേഴ്സ് ഫിനിഷ് ആയി. 1 vs 2. ഓ ലാസ്റ്റ് മാൻ ഇല്ല. ഇവിഎക്സ് 8ാമത്തെ കില്ലെടുത്ത് ഇവിഎക്സ് അവിടെ സിഎമ്മിനെ വൈപ്പാക്കുന്നു. ഓ ഇവിടെ ഒരു HP-യിലെ രക്ഷപ്പെടുത്തിക്കുന്നു. 2 പേര് മാത്രം ബാക്കി. ആൻഡ് TPA അവിടെ എലിമിനേറ്റ് ആയിരിക്കുകയാണ്. ഓജി അടുത്ത കുറെ കില്ലും കൂടെ സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഓജി അവിടെ TPA വൈപ്പ് ചെയ്തു. സ്റ്റിൽ ഓജിക്ക് ടോപ്പ് 8 വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ദ സ്കോഡിന്റെ സ്റ്റാറ്റസ് ഒന്നും ദ സ്കോഡിൽ എത്ര പേര്? ദ സ്കോഡിൽ 4 പേര് എലയുമായിട്ട് 5 കില്ല് സെക്യൂർ ചെയ്തു. ദ സ്കോഡ് എഗൈൻ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന ഒരു സ്കോഡായിട്ട് മാറുന്നു ടിവിയുടെ ദ സ്കോഡ്. ആൻഡ് ഫ്ലഫി ഒറ്റയ്ക്ക് ഫൈറ്റ് എടുത്ത് തുടങ്ങി. ഫ്ലഫി അവിടെ ഒരു പിക്ക് എടുത്തു കഴിഞ്ഞു ഓൾറെഡി. ഫ്ലഫി ഒരു നോക്കിട്ടു. ഫ്ലഫി ഡെഞ്ചാറിന് വേണ്ടിയിട്ട് വിട്ടു കൊടുക്കുന്നില്ല, ഗീവ് അപ്പ് ചെയ്യുന്നില്ല. ഞാൻ ഡെഞ്ചാറിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഫ്ലഫി ചെയ്തു കൊടുക്കുന്നു ഡെഞ്ചാറിന് വേണ്ടി. 6 ടീമിലേക്ക് എത്തി. അവരുടെ സ്കോഡ് ഇനിഷ്യൽ ഫൈറ്റിൽ ഇതായിട്ട് പോലും ടോപ്പ് 6 ഫ്ലഫി ടീം ഡെഞ്ചാറിനെ എത്തിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ TGA, അതുപോലെ ടീം ദ സ്കോഡ് TVക്ക് വേണ്ടി നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് കിടിലമായിട്ട് പൊസിഷൻസ് എടുത്ത് കളിക്കുന്നു. എല്ലാ ടീമും നല്ല രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്നു. ആൻഡ് KP TGA നിക്കി അവിടെ നോക്കാക്കുന്നു. ഒരു 3v3 സിറ്റുവേഷൻ TGA വേഴ്സസ് KP. KVയുടെ ഒക്കെ കളി നാളെയാണ് ഗൈസ്. ഇന്ന് KVക്ക് മാച്ച് ഇല്ല, നാളെയാണ് KVയുടെ ഒക്കെ മാച്ച് ഉള്ളത്. സോ ഓജിക്ക് 4 പ്ലേയേഴ്സ് ഇലയാണ്. അത്യാവശ്യം കിൽസ് ഓജി സെക്യൂർ ചെയ്തിട്ടുണ്ട്. കാലാപ്പാനി സോണിലേക്ക് എൻ്റർ ചെയ്യാനുള്ള പരിപാടിയാണ്. ആൻഡ് അവർക്ക് ഷോട്ട്സ് ഒക്കെ പല സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഡെഞ്ചാറിലെ ഫ്ലഫി ഇപ്പോഴും സ്റ്റോൺ ഔട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നു. ആൻഡ് കാലാപ്പാനി ട്രൈങ് ടു ഗെറ്റ് എ പിക്ക്. അവിടെ ഒരു സ്നൈപ്പർ ഷോട്ടിന് വേണ്ടിയിട്ടുള്ള ശ്രമം. KMC കൊമ്പൻ ഡെഞ്ചാറൊന്നും വേണ്ടായിരുന്നു. ആര് വേണം ആര് വേണ്ടെന്ന് തീരുമാനിക്കുന്നതല്ലല്ലോ ബ്രോ. കഴിവുള്ളവർ കളിക്കും, കഴിവുള്ളവരെ കളിപ്പിക്കണം. അത് കളിപ്പിച്ചില്ലെങ്കിലാണ് നാളെ ചോദ്യം വരുന്നത്. അവരെ കളിപ്പിച്ചോണ്ടല്ല ചോദ്യം വരുന്നത്, കളിപ്പിച്ചില്ലെങ്കിലാണ് ചോദ്യം വരുന്നത്. സോ പൊട്ടൻഷ്യൽ ഉള്ള ടീമുകളെയും RP കളിച്ച് എക്സ്പീരിയൻസ് RPയിലുള്ള ആൾക്കാരെ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നേക്കുന്നത്. അതിൽ വേറെ ഇനി അങ്ങനത്തെ ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ താല്പര്യമില്ല. അവർക്ക് കഴിവുണ്ടെന്ന് അവർ ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞു. അവർ ലാസ്റ്റ് 3 മാച്ച് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം ആ സ്ലോട്ട് അവർ വെൽ ഡിസേർവ്ഡ് ആണെന്ന്. അതിന്റെ അപ്പുറത്ത് നമുക്ക് അത് ചർച്ച ചെയ്യേണ്ട. നമുക്ക് നോക്കുകയാണെങ്കിൽ ക്വാളിറ്റി പോയ അവിടെ ഓജി അടുത്തൊരു പിക്ക്. ക്വാളിറ്റി ഒന്ന് നോക്കണം. ആൻഡ് ഓജി 10 കില്ല് സെക്യൂർ ചെയ്ത് ടോപ്പ് 8 മരണമാസ് എൻട്രിയിലേക്ക് വന്നിരിക്കുന്നത് ഓജി. അവിടെ 11 കില്ലായിട്ട് കാലാപ്പാനിയെ വൈപ്പ് ചെയ്തിരിക്കുന്നു ഓജി. ആൻഡ് TGA സോണിൻ ഹോൾഡ് ചെയ്തോണ്ടിരിക്കുന്നു. സോൺ ടിപ്പ് ഹോൾഡ് ചെയ്ത് കളിക്കുന്നു TGA. ഓജിയെ ഒരു പിക്ക് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. ഫ്ലഫി സ്റ്റിൽ അലൈവ്. ടീമിനെ ടോപ്പ് 5 എത്തിച്ചിരിക്കുന്നു ഫ്ലഫി. The snipe, the squad entering the zone. And ഡെഞ്ചാർ എലിമിനേറ്റഡ് ആയിട്ടുണ്ട്. ഡെഞ്ചാർ എലിമിനേറ്റ് ആയി. ഫ്ലഫി സോണിൽ മരിച്ചിരിക്കുന്നു. സോ വെൽ പ്ലേഡ്. ഓജിയിൽ ഒരാളെ നോക്കാക്കുന്നു. സാവേജ് ഒരു കില്ല് കൂടെ കൺഫേം ചെയ്യുന്നു. ദ സ്ക്വാഡ് വിത്ത് 6 kills. 4 man അല്ലേ TGA 3 man. നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 4 ടീം OG വേഴ്സസ് ദ സ്ക്വാഡ് വേഴ്സസ് TGA വേഴ്സസ് TVA വേഴ്സസ് TGA നടക്കുമോ നമുക്ക് നോക്കാം. കൊമ്പൻ അവിടെ മന്ദാരത്തിന് അടിച്ചിരുന്നു. ഓ ഒരു നോക്കും കൂടെ വന്നു. 2 പേര് വീണിരിക്കുന്നു TVയില്. ഒരു 3v2 സിറ്റുവേഷനിലേക്ക് എത്തി. 3 പേരും വീണു ദ സ്ക്വാഡിലെ.
ഒരാൾ മാത്രം ബാക്കി. അവർ അഗ്രസീവായിട്ട് ടി ജിയെ പുഷ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. ടി ജി പുഷ് ചെയ്തിട്ടില്ല. ഒരു 11 കിൽസ് സെക്യൂർ ചെയ്തിട്ട് ടി ജിയെ കിടിലം കളി കളിച്ചുകൊണ്ടിരിക്കുന്നു. EVX 2 പേര്, ടി ജിയിൽ 3 പേര്, ദ സ്കോഡിൽ 3 പേര്. ദ സ്കോഡിൽ ഒരാൾ ഫിനിഷായി. നമുക്ക് ദ സ്കോഡിൽ 2 പേർക്ക് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കി നോക്കാം. പക്ഷേ അവർ ടി ജിയുടെ സൈഡിലോട്ട് ഫൈറ്റിൽ പോയില്ല. അവർക്ക് സോണിലേക്ക് എൻട്രി എടുക്കണം. EVX 2 പേര് സോണിലേക്ക്. ഓജിക്ക് മാത്രമാണ് കറന്റ് സോൺ അഡ്വാൻറ്റേജ് ഉള്ളത്. KMC നിക്കി ഇവിടെ അവിടെ 3 പ്ലേയേഴ്സും റിക്കവർ ആയി വന്നിട്ടുണ്ട്. TVA 3, TGA 3, EVX 2, OG 2. 2v3v3v2 ആണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. EVX സ്റ്റിൽ 8 കിൽസ് എടുത്ത് അവരവരുടെ കൺസിസ്റ്റൻസിയും ക്ലാസും എല്ലാ ഗെയിമിലും കീപ്പ് ചെയ്യുന്നുണ്ട്. പറയാതിരിക്കാൻ വയ്യ. ഈ നിൽക്കുന്ന ടീമുകളെല്ലാം അവരുടെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട് വന്ന ഒരു ടീമുകളാണ് ഈ 4 ടീമും. അതിൽ OG ആണെങ്കിൽ തന്നെ OG സൈഡിൽ നിന്ന് നല്ലൊരു കംബാക്ക് ചെയ്ത് 11 കില്ല് EVX റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് യാമി ജൂനിയർ അവിടെ TGA KMC നിക്കിയെ നോക്കാക്കുന്നു, ഫിനിഷ് ചെയ്യുന്നു. യാമി ജൂനിയർ അവിടെ KMC നിക്കിയെ ഫിനിഷ് ചെയ്യുന്നു. 2v നേരിടാനുള്ള ശ്രമം EVX vs TGA. EVX vs TGA. TGA ഒരു തേർഡ് പാർട്ടിയാണ്. 2 സൈഡിൽ നിന്നും ഫൈറ്റ് വരുന്നു. യാമി ജൂനിയർ അടുത്തിട്ട് യാമി ജൂനിയർ TGA 1v3 അടിച്ചിരിക്കുന്നു. യാമി ജൂനിയർ EVX 10 കിൽസ് സെക്യൂർ ചെയ്തിരിക്കുന്നു. EVX ഒരു രക്ഷയില്ലാത്ത കളി കളിച്ചോണ്ടിരിക്കുന്നു. പറയാതിരിക്കാൻ വയ്യ. മാൻ അഡ്വാൻറ്റേജ് നോക്കിയാൽ ദ സ്കോഡിന് മാത്രമാണ് മാൻ അഡ്വാൻറ്റേജ് ഉള്ളത്. 3 vs 2v3 ആണ് കറന്റ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. EVX യാമി ഒരു രക്ഷയില്ലാത്ത പ്ലെയർ. പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ഒരുപാട് മൂമെന്റ്സ് കണ്ടു. നോവേ അടിച്ചിട്ടിരിക്കുന്നു ദ സ്കോഡിലെ സുസ്തി ബക്ക മാഡി കിണ്ടി വിത്ത് സ്നൈപ്പർ. സാവേജ് വിത്ത് 5 കിൽസ്. EVX ഒരു പ്ലെയർ മാത്രം ബാക്കി. അവിടെ ഒരു ഇൻസ്റ്റന്റ് റിവൈവ് ആണ് നമ്മൾ കണ്ടത്. ഒരു ഇൻസ്റ്റന്റ് റിവൈവ് EVX പ്ലെയറിന് ഒരു ഇൻസ്റ്റന്റ് റിവൈവ് അവിടെ കാണുന്നത്. ഒരു 2 vs 3 ആണ് നമ്മൾ കാണുന്നത്. EVX അവിടെ ജസ്റ്റ് ഒന്ന് മാറിപ്പോയി. EVX മെമ്പറിന് കുറച്ച് സൈഡിലോട്ടായി പോയി. ആൻഡ് 2 ടീമിനെയും സ്പോട്ട് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ചെയ്തു. നല്ല സ്പ്രേ, നല്ല ടാക്ക്. ഒന്നും നോക്കാൻ പറ്റിയില്ല. 1 HP സർവൈവ് ചെയ്യുന്നു. സ്നൈപ്പിന് അവിടെ ഒരു നോക്കിടാൻ പറ്റിയില്ല. മാഡിക്കിന്റെ നല്ലൊരു ഓഫ് ആംഗിൾ. അവിടെ നല്ല പിക്ക് എടുക്കുന്നു. ആൻഡ് EVX എലിമിനേറ്റ് ആയിരിക്കുന്നു. 2 vs 3. The final fight between OG and TVA. OG and TVA തമ്മിലുള്ള ഫൈനൽ ഫൈറ്റ്. TVയുടെ പ്ലേയേഴ്സ് ആണെങ്കിലും OGയുടെ പ്ലേയേഴ്സ് ആണെങ്കിലും 2 പേരും നല്ല പോലെ ഫൈറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഫൈനൽ സർക്കിൾ വരെ എത്തിയത്. ആൻഡ് ദ സ്കോഡിനെ ഒന്ന് സ്പെക്ക് ചെയ്യണം. 8 കില്ലായിട്ട് ദ സ്കോഡും 11 കില്ലായിട്ട് OGയുമാണ് നിൽക്കുന്നത്. ആൻഡ് അവർ നല്ല രീതിയിൽ സ്മോക്ക് ഇട്ട് സോണിൽ എൻ്റർ ചെയ്യുന്നു. സെൻസിബിൾ ഗെയിം പ്ലേ ഫ്രം TVA. പറയാതിരിക്കാൻ വയ്യ. OG vs TVA. The final circle, the final battle. OG vs TVA. സ്നൈപ്പ് അവിടെ നോക്കാക്കുന്നു OGയിലെ ലാസ്റ്റ് മാൻ മാത്രം ബാക്കി. 1 vs 3. സ്നൈപ്പർ വെച്ച് മാസ് കാണിക്കുന്നു. ദ ഫൈനൽ മാൻ. ഒരു നോക്ക് അവിടെ എടുക്കാൻ ഔട്ട്ലോ ഗാങ്സ്റ്റേഴ്സിലെ ഇറ്റ്സ് AB അവിടെ ഒരു നോക്ക് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. സ്റ്റിൽ മാഡി കിണ്ടി നല്ലൊരു ഓഫ് ആംഗിൾ വന്ന് സാവേജ് അവിടെ നല്ലൊരു ഓഫ് ആംഗിൾ വന്ന് ഒരു കില്ല് കൂടെ കൺഫേം ചെയ്യുന്നു. ആൻഡ് 1 vs 3. TVA vs OG. ദ ഫൈനൽ സർക്കിൾ, ദ ഫൈനൽ ബാറ്റിൽ. സ്നൈപ്പ് അവിടെ നോക്കി നിൽക്കുകയാണ്. തലയെടുക്കുമെന്ന് പറഞ്ഞു. സോൺ അഡ്വാൻറ്റേജും TVയൊക്കെയാണ്. ഏകദേശം TVA ഈ ഒരു ചിക്കൻ ഡിന്നർ ഉറപ്പിച്ച മട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് നോക്കാം. 1 vs 3. OGക്ക് എന്തായാലും സോണിലേക്ക് വരണം. ഒരു മൈക്രോ പിക്സൽ ആംഗിളിൽ കൂടെ നോക്കിയാൽ പോലും അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് സാവേജ്. ഓക്കെ, സോൺ ഔട്ട്. ആ കില്ല് അവർക്ക് കൊടുക്കുന്നില്ല. നീ തന്നില്ലെങ്കിൽ ഞാൻ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ആ കില്ല് എടുക്കാൻ പറ്റിയില്ല. ഫിനിഷിംഗ് ഓഫ് സ്റ്റൈൽ. TVA അങ്ങനെ 4ാമത്തെ മാച്ച് TVA കൊണ്ടുപോയി. പക്ഷെ ദ മോസ്റ്റ് കിൽസ് എടുത്തിരിക്കുന്നത് ഔട്ട്ലോ ഗാങ്സ്റ്റേഴ്സ് ആണ്. OG 11 കില്ല് എടുത്തിരിക്കുന്നു. അതുപോലെ ഏറ്റവും കൂടുതൽ ഡാമേജ് എടുത്തിരിക്കുന്നത് TGA ആണ്. 1759.58 ഡാമേജ് ആണ് TG എടുത്തിരിക്കുന്നത്. ആൻഡ് EVX ആണ് ഏറ്റവും കൂടുതൽ അസിസ്റ്റ് എടുത്തിരിക്കുന്നത്. എല്ലാവരും വെൽ പ്ലേഡ്. ആൻഡ് നമുക്ക് നോക്കാം. ദ സ്ക്വാഡ് വിത്ത് 9 കിൽസ്. മാഡിക്കിണ്ടി വിത്ത് 2, മന്ദാരം 0, സാവേജ് വിത്ത് 5, സ്നൈപ്പ് വിത്ത് 2. ആൻഡ് ആഷു നോക്കുകയാണെങ്കിൽ OG വിത്ത് 11 കില്ല്. EVXും അതുപോലെ തന്നെ തേർഡ് പൊസിഷൻ വിത്ത് 11 കില്ല്. കൺസിസ്റ്റൻസി അറ്റ് ഇറ്റ്സ് പീക്ക് ഫ്രം EVX, ദ സ്ക്വാഡ്, TGA.
പറയാതിരിക്കാൻ വയ്യ. ആൻഡ് ഡെഞ്ചാർ ഓൾസോ തുടക്കത്തിൽ തന്നെ അത്രയും പ്ലേയേഴ്സിനെ പോയിട്ട് പോലും ഫ്ലഫി ഒറ്റയ്ക്ക് നിന്ന് ആ സ്കോഡിനെ #5 എത്തിക്കുക എന്ന് പറഞ്ഞത് ചെറിയൊരു കാര്യമല്ല. കിടിലം കളി, എല്ലാവരുടെ സൈഡിൽ നിന്ന് അടിപൊളിയായിട്ട് കളിച്ചു, ഒരു രക്ഷയില്ല. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ മാച്ചിലേക്ക് നമ്മൾ പോവാണ്. ഇന്നത്തെ ഫൈനൽ. പോയിന്റ് ടേബിൾ അപ്ഡേറ്റ് ആയെന്നൊന്ന് നോക്കിയേ.